ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അജീഷാണ് ഇടുക്കി ചില്ലിസ്. അപ്പോൾ നമ്മളിന്ന് ഒരു ഗ്രാമീണ കാഴ്ചകളൊന്നുമല്ല, ഇടുക്കിയിലെ ഏറ്റവും പുതിയൊരു വിശേഷം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ എപ്പിസോഡ് കേട്ടോ. നമ്മുടെ നെടുങ്കണ്ടം പച്ചടിക്കടുത്ത് സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഇൻഡോർ സ്റ്റേഡിയം ഇന്നങ്ങനെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. സംഭവം അടിപൊളിയാണേ. ഇടുക്കിയുടെ ഒരു പൊൻതുവൻ, ഇടുക്കിയുടെ മാത്രമല്ല നമ്മുടെ നെടുങ്കണ്ടത്ത് നിന്ന് മേലച്ചനാർ പോകുന്ന വഴിക്ക് പച്ചടിയിലാണ് ഈ ഒരു സംഭവം ഉള്ളത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ഹൈ ആക്ടിറ്റ്യൂഡ് മൾട്ടിപർപ്പസ് സ്റ്റേഡിയത്തിൻ്റെ കാഴ്ചയാണ്. അതും ഇൻഡോർ സ്റ്റേഡിയമാണ് കേട്ടോ. ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ ഈ സ്റ്റേഡിയത്തിന്. ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ മണിയാശാന് വൈദ്യുത വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണ് ഇതിൻ്റെ തറക്കല്ലിടലും പണികളും ആരംഭിച്ചത്. ഏകദേശം ഒരു 7 വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് 80% പണികൾ പൂർത്തീകരിച്ചുകൊണ്ട് ഉദ്ഘാടനം നടത്തുകയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് കടക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. കമന്ററി ബോക്സിൽ ഞാൻ ഷൈജു ദാമോദരൻ. യെസ്, മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ആ ശബ്ദം ഷൈജു ദാമോദരൻ. അദ്ദേഹത്തിൻ്റെ കമൻട്രിയാണ് നിങ്ങൾ കേട്ടത്. അദ്ദേഹമാണ് ഈ ഒരു ഉദ്ഘാടനം ആങ്കർ ചെയ്യുന്നത് കേട്ടോ. ശരിക്കും ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും ഷൈജു ദാമോദരൻ്റെ ശബ്ദം അത് വേറിട്ട ഒന്ന് തന്നെയാണ്. എന്താണെങ്കിലും ഉദ്ഘാടന സമയത്തേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആളുകളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. വിവിധ സ്കൂളുകളിൽ നിന്നും അതുപോലെ കോളേജിൽ നിന്നുമൊക്കെ ധാരാളം സ്റ്റുഡൻസ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുമാത്രമല്ല, കായിക പ്രേമികളുടെ മനസ്സിൽ ഇടം പിടിച്ചിരിക്കുന്ന മറ്റൊരു പേരാണ് ദ്രോണാചാര്യ KP തോമസ് മാഷ്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ സ്റ്റേഡിയം അറിയപ്പെടുന്നത്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 16 വർഷം ഒരു സ്കൂളിനെ നിരന്തരമായി സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ഏറ്റവും മികച്ച സ്കൂളാക്കി നിലനിർത്തിയ റെക്കോർഡ് അത് ഇന്നും തകർക്കാനാവാത്ത റെക്കോർഡാണ്. കോരുത്തോട് സ്കൂളിൽ നിന്നും വിരമിച്ചതിന് ശേഷം ഏന്തയാർ JJ മർഫി ഹൈസ്കൂളിൽ, അവിടെ നിന്നും ഇടുക്കി വണ്ണപ്പുറത്തെ SMVHSS, അവസാനം അവിടെ നിന്ന് പൂഞ്ഞാറിലെ SNVHSS, അങ്ങനെ സാറിന്റെ ജീവിത സഫരിയ പതിറ്റാണ്ടുകൾ കടന്നുപോയിരിക്കുകയാണ്. 1943 ജനിച്ച ദ്രോണാചാര്യ ശ്രീ KP തോമസ്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ now he is 82 years old, 82 വയസ്സ് പ്രായം. ഈ 82 വയസ്സിനുള്ളിൽ 5 ഒളിമ്പ്യന്മാർ ഉൾപ്പെടെ 700-ലേറെ ദേശീയ അന്തർദേശീയ കായിക താരങ്ങളെ ഈ നാടിന്, ഈ രാജ്യത്തിന് സമ്മാനിച്ച ആദരണീയനായ ഒരു സ്പോർട്സ് പരിശീലകന്റെ, ഒരു ദ്രോണാചാര്യന്റെ പേരിൽ ഈ സ്റ്റേഡിയം നിലകൊള്ളുന്നതിൽ ഒരു കായിക പ്രേമി എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു. കായിക പ്രേമികൾ എന്ന നിലയിൽ കേരളത്തിലുള്ള എല്ലാവരും അഭിമാനിക്കേണ്ടതാണ്. കാരണം ഒരുപക്ഷെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടായിരിക്കും ഒരു കായിക പരിശീലകന്റെ പേരിൽ ഒരു സ്റ്റേഡിയം ഒരു നാട്ടിൽ സ്ഥാപിതമാകുന്നത്. കായിക താരങ്ങളുടെ പേരിൽ ഒരുപാട് സ്റ്റേഡിയങ്ങൾ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. Come on Idukki, let's make some noise. That's brilliant. കമന്ററി ബോക്സിൽ ഞാൻ ഷൈജു ദാമോദരൻ. അങ്ങനെ ഇടുക്കിയുടെ ചരിത്രത്തിൽ മറ്റൊരു അഭിമാന മുഹൂർത്തം നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ ഉദ്ഘാടന സമയത്തേക്കാണ് നമ്മൾ കിടക്കുന്നത്. രാഷ്ട്രീയ പ്രമുഖ നേതാക്കന്മാരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട മണിയാശാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. ഇദ്ദേഹം ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തെ ഇപ്പോഴത്തെ MLA ആണ്. ഇദ്ദേഹം വൈദ്യുത വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണ് ഈ ഇൻഡോർ സ്റ്റേഡിയം ഇവിടെ കൊണ്ടുവന്നത്. എന്നാണെങ്കിലും രാഷ്ട്രീയ പ്രമുഖ നേതാക്കന്മാരെല്ലാം അങ്ങനെ ഒത്തുചേർന്നുകൊണ്ട് നമ്മുടെ മന്ത്രിനെ സ്വീകരിക്കാൻ വേണ്ടി പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഈ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്തത് കായിക ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി V. അബ്ദുൾ റഹ്മാനാണ്. ഇടുക്കി നെടുങ്കണ്ടത്ത് നിന്ന് ഏകദേശം 5 കിലോമീറ്റർ മാറി പച്ചടിയിലാണ് ഈ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 5 ഏക്കറിൽ 40 കോടി രൂപയിലധികം ചെലവഴിച്ചുകൊണ്ടാണ് ഈ ഇൻഡോർ സ്റ്റേഡിയം ഇവിടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്.
മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ അവർ മഹനീയ സാന്നിധ്യം ഉടുമ്പൻചോല MLA ശ്രീ MM മണി അവർ ശ്രീ KP തോമസ് മാഷിന്റെയും സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ വിലക്ക് കടത്തി ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. വലിയ കയ്യടി കൊടുക്കുക. ഇടുക്കി ജില്ലയുടെ കായിക പുരോഗതി, ഇടുക്കി ജില്ലയുടെ കായിക വികസനത്തിൽ സർവ്വതോമുഖമായ മാറ്റം വരുത്താനുതകുന്ന ഇൻഡോർ സ്റ്റേഡിയം ഇതാ യഥാർത്ഥമായിരിക്കുന്നു. ഇൻഡോർ സ്റ്റേഡിയം ഈ പച്ചടി ഇടുക്കി. അങ്ങനെ ഇടുക്കിയുടെ കായിക സ്വപ്നങ്ങൾക്ക് ഒരു പൊൻതിളക്കം. ഇടുക്കിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഇൻഡോർ സ്റ്റേഡിയം അങ്ങനെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. നെടുങ്കണ്ടം പച്ചടിയിൽ 40 കോടി ചെലവിൽ 5 ഏക്കർ സ്ഥലത്താണ് ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇതിനകത്ത് 4 ബാസ്കറ്റ് ബോൾ കോർട്ടുകളും 12 ബാഡ്മിൻ്റൺ കോർട്ടുകളും 4 വോളിബോൾ കോർട്ടുകളും 3 ഹാൻഡ്ബോൾ കോർട്ടുകളും വാഹനങ്ങൾക്ക് സെല്ലാർ ഫ്ലോറിൽ പാർക്കിംഗ് സൗകര്യം ഉൾപ്പെടെ വിപുലമായ സൗകര്യങ്ങളാണ് ഈ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. എന്നാണെങ്കിലും ഇടുക്കി ജില്ലയുടെ കായിക സ്വപ്നങ്ങൾക്ക് ഉറപ്പായിട്ടും നിറം പകരുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ സ്റ്റേഡിയം. ഇതുകൂടാതെ നമ്മുടെ നെടുങ്കണ്ടത്ത് 400 മീറ്റർ ഹൈ ആക്ടിറ്റ്യൂഡ് സിന്തറ്റിക് ട്രാക്കും അതുപോലെ തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ഫുട്ബോൾ കോർട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇടുക്കി ജില്ല കായിക കുതിപ്പിലേക്ക് അങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടുക്കിക്കും നെടുങ്കണ്ടത്തിനും ഒരു പൊൻതൂരാണ് സത്യത്തിൽ ഈ ഇൻഡോർ സ്റ്റേഡിയം. 4000-ലധികം ആളുകളെ ഒരേ സമയം ഉൾക്കൊള്ളാം. അതിലേറെ വാഹനങ്ങൾ നമുക്ക് ഇതിനകത്ത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം. ഇൻഡോർ സ്റ്റേഡിയം മാത്രമല്ല, ഔട്ട്ഡോറിൽ വേറെ ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ള ഒരു ക്രമീകരണം ഈ സ്റ്റേഡിയത്തിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇടുക്കിയുടെ മാത്രമല്ല നെടുങ്കണ്ടത്തിൻ്റെ ഒരു പൊൻതൂരാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.